കുവൈറ്റിലെ ലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യൻ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ജൂലൈ മാസം ആരംഭിച്ചിരിക്കുന്നത് വലിയ ഭരണപരമായ മാറ്റങ്ങളുടെയും അപ്രതീക്ഷിതമായ നിയന്ത്രണങ്ങളുടെയുമാണ്. കുവൈറ്റിലെ ഇന്ത്യൻ എംബസി തങ്ങളുടെ കോൺസുലാർ സേവനങ്ങൾ താൽക്കാലികമായി അടിയന്തര ആവശ്യങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയെന്ന വാർത്തയാണ് ഇപ്പോൾ പ്രവാസി സമൂഹത്തിൽ വലിയ ചർച്ചയായിരിക്കുന്നത്. ഭരണപരമായ ചില പ്രത്യേക കാരണങ്ങളാൽ ജൂലൈ 2 മുതൽ ജൂലൈ 4 വരെയുള്ള ദിവസങ്ങളിലാണ് ഈ താൽക്കാലിക ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കോൺസുലാർ, പാസ്പോർട്ട്, വിസ തുടങ്ങിയ പ്രധാനപ്പെട്ട എല്ലാ സേവനങ്ങൾക്കും ഈ താൽക്കാലിക നിയന്ത്രണം ബാധകമായിരിക്കും. ഇതോടൊപ്പം കുവൈറ്റിലെ എല്ലാ ഇന്ത്യൻ കോൺസുലാർ ആപ്ലിക്കേഷൻ സെന്ററുകളും തങ്ങളുടെ സാധാരണ അപേക്ഷകൾ സ്വീകരിക്കുന്നത് നിർത്തിവച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അടിയന്തര ആവശ്യങ്ങൾക്കായി എംബസിയെ സമീപിക്കുന്നവർ തങ്ങളുടെ ആവശ്യത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്ന കൃത്യമായ ഔദ്യോഗിക രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ട്. എംബസിയുടെ പുതിയ അറിയിപ്പ് പ്രകാരം വളരെ ലളിതമായ തരംതിരിവിലൂടെ അടിയന്തര കേസുകൾ ഏതൊക്കെയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. തൽക്കാൽ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യൽ, NRI സർട്ടിഫിക്കറ്റുകൾ, സിവിൽ ID കാലാവധി കഴിയാറായ അപേക്ഷകർക്ക് നൽകുന്ന ഷോർട്ട് വാലിഡിറ്റി പാസ്പോർട്ടുകൾ, എമർജൻസി സർട്ടിഫിക്കറ്റുകൾ, വിസകൾ എന്നിവ മാത്രമാണ് ഈ കാലയളവിൽ അടിയന്തര വിഭാഗത്തിൽ ഉൾപ്പെടുത്തി പരിഗണിക്കുക. അതേസമയം സാധാരണ രീതിയിലുള്ള പാസ്പോർട്ട് പുതുക്കൽ, അറ്റസ്റ്റേഷൻ സേവനങ്ങൾ, സ്റ്റാൻഡേർഡ് വിസ പ്രോസസ്സിംഗ് എന്നിവയ്ക്കുള്ള അപേക്ഷകൾ ഈ ദിവസങ്ങളിൽ സ്വീകരിക്കുകയോ പ്രോസസ് ചെയ്യുകയോ ചെയ്യില്ല. അടിയന്തര കോൺസുലാർ സഹായം ആവശ്യമുള്ള പ്രവാസികൾ രാവിലെ 9 മണിക്കും ഉച്ചയ്ക്ക് 12 മണിക്കുമിടയിൽ എംബസിയുടെ കോൺസുലാർ വിങ് നേരിട്ട് സന്ദർശിക്കണമെന്നതാണ് നിർദ്ദേശം. കൃത്യമായ രേഖകളുള്ള കേസുകൾ മാത്രമേ ഈ സമയത്ത് അധികൃതർ പരിശോധിക്കുകയുള്ളൂ. ഈ താൽക്കാലിക സേവന നിയന്ത്രണങ്ങൾക്ക് പുറമെ പ്രവാസികളുടെ പോക്കറ്റ് ചോർത്തുന്ന മറ്റൊരു പ്രധാന വാർത്തയും ഇതേ സമയത്ത് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. കുവൈറ്റിലെ ഇന്ത്യൻ പാസ്പോർട്ട്, വിസ ഔട്ട്സോഴ്സിംഗ് സേവനങ്ങൾ ദീർഘകാലമായി കൈകാര്യം ചെയ്തിരുന്ന BLS ഇന്റർനാഷണലിന് പകരം ഡിജിറ്റൽ ഗ്ലോബൽ എന്ന പുതിയ ഏജൻസി ഈ ചുമതലകൾ പൂർണ്ണമായി ഏറ്റെടുത്തിരിക്കുകയാണ്. ജൂലൈ 1 മുതൽ പുതിയ കേന്ദ്രങ്ങളിലേക്ക് സേവനങ്ങൾ മാറ്റിയതിനൊപ്പം തന്നെ സർവീസ് ചാർജുകളിൽ വലിയ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുൻപ് വെറും 1 ദിനാർ മാത്രമായിരുന്ന സർവീസ് ചാർജ് ഇപ്പോൾ 6 ദിനാറായി ഉയർത്തിയിരിക്കുന്നു. അതായത് ഏകദേശം 6 മടങ്ങാണ് ഈ ഇനത്തിൽ മാത്രം വർധനവുണ്ടായിരിക്കുന്നത്. പാസ്പോർട്ട് ബുക്ക്ലെറ്റിന്റെ അടിസ്ഥാന ഫീസിൽ മാറ്റമില്ലെങ്കിലും സർവീസ് ചാർജ് കുത്തനെ കൂടിയതോടെ പ്രവാസികൾ ആകെ നൽകേണ്ടി വരുന്ന തുക വലിയ തോതിൽ ഉയർന്നു കഴിഞ്ഞു. പുതിയ നിരക്ക് പ്രകാരം മുൻപ് 25 ദിനാർ നൽകിയിരുന്ന 36 പേജുള്ള സാധാരണ പാസ്പോർട്ടിന് ഇനി മുതൽ 30 ദിനാർ ചെലവഴിക്കേണ്ടി വരും. യാത്രകൾ അധികമുള്ളവർ ഉപയോഗിക്കുന്ന 60 പേജിന്റെ ജംബോ പാസ്പോർട്ടിന് 38 ദിനാറാണ് പുതിയ നിരക്ക്. പാസ്പോർട്ട് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ പുതിയതെടുക്കുന്നതിനുള്ള നിരക്ക് 53 ദിനാറായി ഉയർന്നിട്ടുണ്ട്. ഇതിനൊപ്പം പ്രവാസികൾക്ക് ജോലി ആവശ്യങ്ങൾക്കും വിസ പുതുക്കുന്നതിനും ഒഴിച്ചുകൂടാനാകാത്ത പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന്റെ നിരക്ക് 9 ദിനാറിൽ നിന്ന് 15 ദിനാറായാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. കുട്ടികളുടെ പാസ്പോർട്ടിന് 23 ദിനാറും നവജാത ശിശുക്കളുടെ പാസ്പോർട്ടിന് 22 ദിനാറും ഇനി മുതൽ ഈടാക്കും. നീണ്ട 14 വർഷങ്ങൾക്ക് ശേഷമാണ് കുവൈറ്റിലെ ഇന്ത്യൻ പാസ്പോർട്ട് അനുബന്ധ സേവന നിരക്കുകളിൽ ഇത്രയും വലിയൊരു മാറ്റം വരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ സാധാരണക്കാരായ തൊഴിലാളികൾക്ക് ഇത് വലിയൊരു അധിക ചിലവാണ് ഉണ്ടാക്കുന്നത്. ഈ അനിശ്ചിതത്വത്തിന്റെ സമയത്ത് കൃത്യമായ വിവരങ്ങൾ അറിയാനായി പ്രവാസികൾ എംബസിയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ചാനലുകൾ മാത്രം പിന്തുടരേണ്ടതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.